ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അതായത് ഇപ്പോൾ സമയം വന്നിട്ട് 9 മണി ആയിട്ടുണ്ട്, 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്നലെ പോകാനിരുന്നതാണ്. ഇന്ന് പോകാനുള്ള മെയിൻ കാരണം വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അത് ഈവനിങ് ആണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പം രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അവിടെ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പം വെയിറ്റ്, നമ്മൾ ഇപ്പം ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം വൈകിട്ടല്ലേ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. യാശുവിനെ ഞാൻ കയ്യൊക്കെ വെച്ച് ഷുണ്ടറയാക്കി. ഷുണ്ടറ ഹായ്. അപ്പം നമുക്ക് പോട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് എനിക്കൊന്ന് ത്രെഡ് ചെയ്യാനും യാശുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാനും വന്നല്ലേ യാശു? യാശുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് എൻ്റെ മടി ഇരുത്തി ഈ ഒരു ഏപ്രിലൊക്കെ ഇടപ്പിച്ചപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം തിരിഞ്ഞിരിക്കുന്നതേ ഇല്ല. പിന്നെ ഞാൻ വെച്ച് കൂടുതൽ കരയിപ്പിക്കേണ്ടതെന്ന് കരുതി ഞാൻ ഇറങ്ങിയപ്പം എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ബാക്കിൽ ലെങ്ത്തൊന്നും കുറയ്ക്കുന്നില്ല. ലെങ്ത്തൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെന്നെ വഴക്ക് പറയും കേട്ടോ. പിന്നെ മാത്രമല്ല എനിക്കൊരു മനസ്സ് വരുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കൽ വെട്ടും കേട്ടോ, മൊത്തത്തിൽ വെട്ടിക്കളയണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ഇടയ്ക്കിടയ്ക്കൊരു ചേഞ്ച് വേണമല്ലോ. അപ്പോൾ ഞാൻ വെച്ച് ഫ്രണ്ടിൽ ഞാൻ കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്നും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാന്ന് എഴുതിയിട്ടാണ് കയറിയത്. യാശുവിനെ അവിടെ നിന്ന് 2 പിള്ളേർ വന്ന് എടുത്തിട്ട്, പക്ഷേ അവൾ പോയില്ല. അങ്ങനെ എന്നെ പിടിച്ചിരിക്കുവാണ്. ആ സമയം കൊണ്ട് തന്നെ രണ്ട് സൈഡും ട്രിം ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ആദ്യം എനിക്ക് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിഞ്ഞ് ഇറങ്ങുക. ഇനി പോകുന്ന വഴിക്ക് എനിക്കൊന്ന് കല്യാണിലോ ഏതെങ്കിലും ജ്വല്ലറി കയറണം. യാശുവിൻ്റെ ഒരു സ്റ്റഡ് നോക്കണം കേട്ടോ. അന്ന് കാതുകൂട്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റഡായിട്ടത്. അപ്പോൾ എനിക്ക് അതും കൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രാജകുമാരിയിലൊന്ന് കയറണം. എനിക്കൊരു ക്രീം മേടിക്കണം. അപ്പോൾ എല്ലാത്തിനും ഏട്ടൻ ഓക്കെ പാപ്പം. നമുക്കപ്പം താഴേക്ക് പോട്ടോ. കെയർഫുള്ളായിട്ട് പോട്ടോ. പോയി ഇറങ്ങ, വീഴത്തില്ലടാ, പൊക്കോ നീ. ഇവിടെ വന്ന് സ്റ്റഡ് എടുത്തപ്പോഴത്തേന് എല്ലാം വലിയ ആണിയുടെ ഹോളുണ്ടല്ലോ, ഭയങ്കര വലുത്. അതെ, യാശിൻ്റെ കാത് ഊരിയിട്ട് ഞാൻ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തത് തന്നെ ഒരു ചെറുത് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ നോക്കാൻ പോയിട്ടുണ്ട്. ഡയമണ്ടിൻ്റെ സ്റ്റഡ് എടുത്തു, പക്ഷേ 2 ഞാൻ ഇട്ട് കൊടുത്തപ്പോഴും അതിൻ്റെ ആണി പെട്ടെന്ന് ഊരി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കിയില്ല. അപ്പം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം അല്ലേ സി? അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ എത്തി കേട്ടോ. അയ്യോ, ഭയങ്കര ടയേർഡായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കടയിൽ കയറി കുറച്ച് സാധനം മേടിച്ചു. കുറച്ച് ഫാൻസി സാധനം കേട്ടോ, ഒരു ക്രീമൊക്കെ. അത് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു. കമ്മലൊന്നും മേടിച്ചില്ല. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കുത്തിയപ്പോഴത്തേന് ബ്ലഡ് വന്നതുകൊണ്ട് ഒന്നും ചെയ്തതും ഒന്നുമില്ല. എടുത്തില്ല ഞാൻ. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിഷ്ടമല്ലേ? യാച്ചുവിൻ്റെ ഏതാണ് ഇഷ്ടം? ഇതാണോ നിക്കേഴ്സ്? ഓ എന്നാ മതി. യശുവാ, വാ കഴിക്കുവാ. വീഴും. വാ എന്നാ കഴിച്ചോണ്ട് പോ. വെയിറ്റ് പിടിച്ചേ. ഗുഡ് ഗേൾ. വീടില്ലേ മക്കളെ? യാശു, ഞാൻ
ഇവിടെ ഒരു ബസ് പോകും കേട്ടോ, ആകെയുള്ളൊരു ബസ്സാണ് അത്. ഒരു ഫിക്സഡ് ടൈമുണ്ട്. അപ്പം അത് ഉച്ചയ്ക്ക് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. നമ്മളെല്ലാം പുറത്തിരിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ അമ്മ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പുറത്ത് അമ്മമ്മ കൊടുത്ത കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചു ഓർണം. എനിക്ക് ചക്കയോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിലെ കടയിൽ നിന്ന് പോയി ഒരു സോഡ മേടിച്ചു. കേട്ടോ, ഭയങ്കര ദാഹം, ഭയങ്കര ചൂട്. സോഡ നാരങ്ങ മേടിക്കാം. യശു വരുന്നോ? വാ, യശു വരുന്നോ എൻ്റെ കൂടെ? ശരി എന്നാ ഞാൻ പോണു. ബൈ. സോഡ നാരങ്ങ മേടിച്ചു പോവാം. സോഡ നാരങ്ങ മേടിച്ചാൻ പോവാം. ഓ എങ്ങനെ എനിക്ക് വിളിച്ചില്ല, ഇങ്ങനെ പറഞ്ഞതാ. തരാം തരാം തരാം. ആ ഇത്ര വേണം നമുക്ക്. ഇത്രയും സോഡ കഴിക്കണ്ടേ? സോഡ കഴിക്കാനാണ്. അത് ഇച്ചിരി വെള്ളം അടി, എന്നിട്ട് നമുക്ക് അല്ലാതെ എടുക്കാം. പക്ഷെ ഇവിടെ ഭയങ്കര ചൂട്. പക്ഷെ അവിടെ ഇത്ര കഷ്ട ചെയ്യാ സീടാ. ഇതിൽ ചവച്ചപ്പോഴേ അതെന്തായാലും അതിവിടെ അല്ല, ഇത് ചിയാ സീഡാണ്. മറ്റേതാകുമ്പോൾ പൊങ്ങി ഇങ്ങ് വരും. ഇതിലോട്ട് ഒഴി. മില്ലോക്കളെ തരാം. അമ്മയ്ക്ക് കഴിച്ചോ? എന്ത് യേശു ഇതെടുത്തോ. തരാം. ഓ ഇത് വേണോ? തരാം മക്കളെ, തണുപ്പിക്കട്ടെ. അല്ല പഞ്ചാര എടുക്കട്ടെ. വെള്ളം വേണോ? പിടി. അതോടെ കുടിക്കുന്നു. ഞാൻ എത്തുന്നോ അതുകൊണ്ട് പോയി. ഇപ്പം വീട്ടിൽ 4 കിഴക്കണം കേട്ടോ നമുക്ക്. അവിടെ ആളും കൂടുതലാണ്, അവിടെ എനിക്കൊന്നുകൂടെ കഴിയാൻ വയ്യ. തൽക്കാലത്തേക്കൊരു ശമനമായെന്ന് പറയാം. പക്ഷേ നമ്മൾ നാരങ്ങയുള്ള സോഡയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനം. ഈ ടാങ്കൊക്കെ കഴുകി കുടിക്കുമ്പോൾ തന്നെ വീണ്ടും വിശപ്പും പിന്നെ ചെറിയൊരു ആശ്വാസം. ഇതാ രണ്ടാമത്തെ ട്രിപ്പ് എന്നെ കൊണ്ട് കലക്കിച്ച് മേടിച്ച് കുടിക്കുക. ഏട്ടനും അച്ഛനൊക്കെ ഉറക്കമായി. ഞാനും അമ്മയും സിയാനും കാശും കൊണ്ട് കുടിച്ചു. സമയം 2 മണിയായിട്ടേ ഉള്ളൂ. 5 മണിക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ ഉറങ്ങാൻ വയ്യ. ഉറങ്ങിയാൽ പിന്നെ ഭയങ്കര ക്ഷീണം വെച്ചാൽ പിന്നെ എന്താ ഫിനിഷ് ചെയ്തോ? എന്നാ കൊണ്ടേ ക്ലാസ് ഉണ്ട്. ഗുഡ് ഗേൾ. പിന്നെ ഭയങ്കര ക്ഷീണം കേട്ടോ. അതുകൊണ്ട് ഉറങ്ങാതിങ്ങനെ പിടിച്ചെടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് എനിക്കൊന്ന് അയൺ ചെയ്യണം. കുറച്ചുകൂടെ കഴിക്കാൻ നേരിച്ചു എല്ലാവരുടെയും ഡ്രസ്സ്. പിന്നെ ഒരു സൈഡിൽ നിന്ന് റെഡിയാക്കാൻ തുടങ്ങിയാൽ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര ചൂട് ഇവിടെ. ഞാനിപ്പോൾ അമ്മയോട് പറയുകയും ചെയ്തു, ഇവിടെ ഭയങ്കര ചൂട്. പക്ഷെ നമ്മുടെ അവിടെ അത്രയില്ല കേട്ടോ. അത്രയില്ലെന്നല്ല, ഇത്ര ചൂടില്ല. ഇവിടെയൊക്കെ മരമൊക്കെ വെട്ടി ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഭയങ്കര ചൂട്. ഞാനിവിടെ വലിയൊരു ദിവാങ്കോട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അതിൽ വന്നിങ്ങനെ കിടക്കുവാണ്. ഇവിടെ അമ്മയും ചെയ്യാനും കൂടെ പാല് മേടിക്കാൻ പോയി. യാശിനെ കൊണ്ടുപോയില്ല വെയിലായതുകൊണ്ട്. അപ്പം നടന്നു പോകണം കേട്ടോ. അങ്ങനെ അതിൻ്റെ ബഹളവും ചാട്ടവുമാണ് അവർ പോയപ്പോൾ തൊട്ട്. ഇത്
അയ്യോ എൻ്റെ മുക്ക് തിരിച്ച് എനിക്ക് നൊന്ത് ആരെങ്കിലും എന്നെ ഡ്രസ്സൊക്കെ ഇട്ട് ഫങ്ഷൻ നടക്കുന്നിടത്ത് കൊണ്ടുവച്ചാൽ മതി നട്ടപ്പോ എനിക്ക് വയ്യ അമ്മയ്ക്ക് വരുമ്പതാ പൂ കൊയിഞ്ഞ് വീഴുന്നു എൻ്റെ കുഞ്ഞു കൊയിഞ്ഞു ദോ വന്നു ഇവിടെ അപ്പം തുടങ്ങിയ കരച്ചില്ല ആ ബബിൾക്കം എനിക്കറിയാടാ മാമ നീ എവിടെയും പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരുമെന്ന് മക്കളിപ്പോ സോഡയല്ലേ കുടിച്ചത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു എന്താ അമ്മയ്ക്ക് എന്താ ആ കോഫി നമുക്ക് തണുത്തിട്ട് കുടിക്കാം കേട്ടോ ആ കുടിക്കാം ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ അയൺ ചെയ്യാൻ പോയത്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അയൺ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇതായി പോകുമല്ലോ, അപ്പം സമയമില്ലായിരുന്നു. അങ്ങനെ ഫിയനെ കട്ടൻ ചായ കിട്ടിയോ? അപ്പം ഞാൻ കോഫി കുടിക്കട്ടെ. ഈ ആശ കോഫി കുടിക്കാൻ സമയമില്ല, കോഫി എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ആശിനോട് കൊടുത്ത് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആകാൻ പോകണം. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. ഏട്ടൻ ഒന്ന് പുറത്ത് പോയി, ഏട്ടനും കൂടെ വന്നിട്ട് വേണം ഓരോരുത്തരെ മാറ്റി കൊടുത്തിട്ട് ഒന്ന് റെഡി ആവാനായിട്ട് കേട്ടോ. ഇത് സിയാനുണ്ടല്ലോ ഇവിടെ വരുമ്പം അമ്മയെ കാണുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് വേണം ഇത് വേണം. അത് ഇവിടെ ആയാലും എൻ്റെ വീട്ടിലായാലും കേട്ടോ. അപ്പം ഇപ്പോൾ സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഉള്ളതോ അവിടെ പോയി ഓവനിലും അവിടെ കുറേ സ്നാക്സിൻ്റെ പെട്ടിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി ഇരിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടോ. പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവനും ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. അതാ യാശിന് കൊടുത്തിട്ട് അവർ അച്ചാമ്മയും മോനും കൂടെ വേറെ സ്നാക്സ് നോക്കാൻ പോയിട്ടുണ്ട്. കൊണ്ടുവരുന്നേ അപ്പം നമ്മൾ റെഡിയായി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കൊള്ളാമോ? റെഡി എല്ലാവരും കാറിൽ കയറി ഞാൻ റെഡി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. 5 മണിക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:30 കേട്ടോ. അങ്ങനെ ഒരു 5:45 ആയപ്പോഴത്തേന് ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. യാശു ഉറങ്ങി, ഏട്ടൻ വന്നങ്ങ് എടുത്തിട്ട് പോയിട്ടോ. പിന്നെ അവളുടെ ഷൂസൊക്കെ ഞാൻ പിന്നെ കാറിൽ നിന്ന് തപ്പി എടുക്കുമായിരുന്നു. അപ്പം ഇവരെല്ലാം മുന്നേ കയറിപ്പോയി. എനിക്ക് ബാഗും ഫോണും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം പോയിട്ട് ഞാനാണ് കേട്ടോ ലാസ്റ്റ് പോകുന്നത്, എല്ലാവർക്കും എടുത്തിട്ട്. അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി. ഞാൻ സാധനമൊക്കെ എടുത്തിട്ട് നേരെ പോവാം. മനസ്സിലായോ? പിന്നെ എന്തുകൊണ്ട് എന്റെ ബ്ലോഗിനകത്തായിരുന്നു. ഹലോ ഗൈസ്, ആയപ്പോഴത്തേക്കൊക്കെ നനി കളർ വന്ന് മ്യൂട്ട് ചെയ്യണം. ഈ ഓഡിയോ മ്യൂട്ട് ചെയ്യണം. കാണുന്നില്ല. നമ്മുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഫോട്ടോ സെക്ഷൻ ആട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു. അടി നോക്കി
ഉറക്കത്തിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുട്ടി. ചാച്ചുപണി, ചാച്ചുപണി, ചാച്ചുപണി. പിച്ചി. കുട്ടി കളിച്ച് ക്ഷണിച്ചോ? ഡെലിഷ്യൻ. ഞാൻ ലാസ്റ്റ് ആട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ ആകെ ഒരു പൊറോട്ടയും കുറച്ച് കറിയും ഒരു ഫ്രൈ മാത്രമേ എടുത്തുള്ളൂ. എന്തോ വിശപ്പില്ലായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് കൊച്ചു ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ ഒക്കെ ചിരിയും കളിയൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മയൊക്കെ അങ്ങ് ഇറങ്ങുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങളും പോകട്ടോ. അങ്ങനെ എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി. ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങും കേട്ടോ. അപ്പോൾ എണ്ണം പിള്ളേർക്ക് താഴെ പോയി. ഞാൻ ഇറങ്ങി പോവാം. ഇനി ചെന്നിട്ട് വേണം. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നാളെ ചെയ്യാൻ സ്കൂളുണ്ട്. അപ്പം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാഷ് ചെയ്തിട്ടില്ല. എല്ലാം മുക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം ചാച്ച.